ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം, നമ്മൾ ഈ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നിരിക്കുന്ന മഹത്വത്തിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ പറയാ, അല്ലാണ്ട് ഈ പരിപാടിക്ക് അമ്മില്ല. മൈക്കോണ്ടേ അതായത് നമ്മിപ്പോ 7 മെമ്പർ ഉണ്ടായിരുന്നു. നമുക്ക് പോവാൻ ഇപ്പൊ 2 വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മ എന്തിനാ അപ്പൊ കൂട്ടുകാരെ പോട്ടെ വഴി പോ. ഞാൻ പറയുന്ന മൊത്തത്തിൽ കേക്കാൻ. അതായത് ഞാനും സജുവിന് വർത്താനം പറയണ്ടേ, നമ്മിപ്പ രാത്രിയായി വളരെ ലേറ്റ് ആയിട്ട് നമ്മിപ്പ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മിന്ന് സമയം 8 മണിയായിട്ടുള്ള, വളരെ ലേറ്റ് ആയിട്ടില്ല. 8 മണി അല്ല, നമ്മ നോർമലി ഇറങ്ങുന്ന 4-4:30 നമ്മൾ ഇറങ്ങാറ്. അപ്പൊ നമ്മ ഇന്ന് പോണത് പുതിയ ഇടത്തിലേക്കിട്ടാണ് നമ്മ പോണത്. സ്ഥലം ഓക്കെ പ്ലീസ്. നമ്മ ഇന്ന് പോകാൻ പോണത് തീരുമാനിച്ചേക്കണത് കോർഫക്കാനില് ഒരു മലയുടെ മുകളിൽ ഒരു ഹോട്ടൽ, അവിടെ പോയിട്ട് ഫുഡ് അടിയും. അതേപോലെ അവിടെ കയറാൻ തന്നെ എൻട്രൻസിന് എന്തോ 50 രൂപ 10 റംസ് എന്തോ ഉണ്ടെന്നുണ്ട് എൻട്രി ഫീസ്. ഇപ്പൊ ദുബായിൽ എന്ന് പറയുമ്പോ പൊതുവെ ഇപ്പൊ ഈ ടൈമിൽ, ഈ രാത്രി ടൈമിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിന്. അപ്പൊ നമ്മ ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു നാട്ടിലൊരു ഫീലില്ലേ, തണുപ്പുള്ള ഫീല്, ആ ഒരു ഫീല് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പൊ 7 പേര് കൂടി പോവാൻ നിൽക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റഹീസ് സാർ പറയും, സാറിന് ഇതിന്റെ വണ്ടി ഉണ്ടെന്ന് പറയണത്. പിന്നെ ഇതാണ് ഡ്രൈവർ, ഇത് റഹീസിന്റെ വൈഫ് തസ്നി, ഇത് കുഞ്ഞിക്കയുടെ വൈഫ് കുഞ്ഞിത്ത, ഇത് നമ്മുടെ ഫഹദ്, ഇത് നമ്മുടെ ഷാബാസ്. ഇത്രയും പേരാണ് നമ്മ ഇതിൽ പോവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പേ കുഞ്ഞിക്കാറ ഞാൻ കാര്യം പറ്റ വണ്ടി ഓടിക്കണായിരുന്നറിയോ കുഞ്ഞിക്ക, അതെ മുടിയൊക്കെ ഇട്ടൊക്കെ ജിന്നാണ് ഇങ്ങനെയൊക്കെ തെറിപ്പിച്ചിട്ട്. അപ്പൊ നമ്മ ബാക്കി ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ യാത്ര നമുക്കിപ്പോ പോകുമ്പോ നമുക്കൊരു ടോപ്പിക് വേണം. ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മ ഇന്ന് സംസാരിച്ചിട്ട്, അതായത് ഒരു ദൂരം എന്ന് പറയുമ്പോ ഒരു 45 മിനിറ്റോളം നമുക്ക് യാത്ര ഉണ്ടാവും. കുറഫക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാ കറക്റ്റ് അറിയുള്ളൂ. അപ്പൊ നമ്മ ഇപ്പൊ ഈ പോണേന് നമ്മ ഒരു ചർച്ചനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. ചാനലിന് പേരുണ്ട്, ചാനൽ അതൊരു നല്ലൊരു ചർച്ചക്ക് ഇടാൻ പറ്റും നമ്മൾ. അതെ, അപ്പൊ നമ്മളെ ചാനലിന് പറ്റണ ഒരു പേരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കമന്റ് ബോക്സിൽ അല്ലേ. പക്ഷെ അല്ല, ആദ്യം നമുക്കൊരു പേര് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളെ നല്ല പേരുകൾ സെർച്ച് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടാൽ വളരെ ഉപകാരമായിരിക്കും. അല്ല അവരോട് അല്ല അപ്പൊ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ടൈം വരെ നമ്മ അതിനുള്ളിൽ നിങ്ങൾ ഒരു പേര് യൂണീക്ക് ആയിട്ട് പേര്, കാരണം എല്ലാരും ഇപ്പൊ ഇങ്ങനെ പേരെത്തുമ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ കിട്ടുന്ന പേരാവണം. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇന്ന ചാനൽ അന്ന് പറയാൻ പറ്റുന്ന പേരാവണം. മുറുക്കാൻ പറ്റി പോയാ ഏത് മുറുക്കാൻ പറ്റിയാ എന്നുള്ളൊരു പേരാണ്. അല്ല മുറുക്കാൻ പറ്റിയ ചുണ്ണാമ്പൂ അത് പെട്ടെന്ന് അടിക്കാൻ പറ്റുമല്ലോ, ടൈപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. നടക്കൂല. നല്ലൊരു പേരെന്ന് പറയുമ്പോ അറിയാ വേണമെങ്കിൽ AC കുറച്ച് കുറക്കട്ടെ ഇവിടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അവിടെ ഓ അവിടെ കരഞ്ഞി
പേര് നിങ്ങളോട് ആലോചിക്കാൻ പറഞ്ഞിട്ട് ഒരാളിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല, ഡീലിംഗ് വരുന്നില്ല. അക്ഷരം പറയുന്നത് മറ്റേ ഗാനമേള ഇത്. അന്നാ പിന്നെ നമുക്കൊരു കാര്യം, അണ്ടാശ്ശേരി കിടക്കാം. അല്ല നമുക്ക് നമ്മളാ ഒരു രീതി സെറ്റപ്പിൽ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഞാനൊരു പേര് പറഞ്ഞു, ടീം പറ, ടീം വിളിക്കും. ആടാ ഇവര് 4 ആളും ടീം, ഇവര് 4 ആളും, നമ്മ 3 ആളും ടീം. എന്ത് നിങ്ങ ഫാമിലി, ഞങ്ങ ട്രാജഡി. അല്ലെ നമ്മ 3 ആള് ബാച്ചിലേഴ്സ്. അപ്പൊ ഞങ്ങ ബാച്ചിലേഴ്സ് അടുത്ത മാസം അല്ല നമുക്ക് പേര് പിള്ളേര് നീ വീടല്ലേ, നീ വണ്ടി ഓടിച്ചു എനിക്ക് എക്സിറ്റ് പറഞ്ഞ എക്സിറ്റ് ചെയ്തേ ചെയ്തെടുക്കണ്ട. പിന്നെ എടുക്കണേ എനിക്കറിയില്ലട്ടപ്പ ഇതന്നെ എടുക്ക്. എടാ അപ്പൊ ഞാൻ ഒരു പേര് പറയാൻ പോണു, അതിനനുസരിച്ചിട്ടുള്ള നിങ്ങ പാട്ടുകൾ സെറ്റ് ചെയ്തോ. അല്ല അക്ഷരം, ആ അക്ഷരം, പാട്ടിന്റെ അക്ഷരം പറയും. ഒരക്ഷരം ഞാൻ അയ്യേ അതില്ല ലാസ്റ്റ് അല്ല ലാസ്റ്റത്തെ അക്ഷരം വെച്ചിട്ട് പാട്ട് മാറി ഇതാവുമ്പോ ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു തോന്നൽ കിട്ടും. അപ്പൊ ഞാൻ ഫസ്റ്റത്തെ പേര് ഞാൻ പറയാൻ പോണ്. എടാ ഞാൻ ഇത് പറയാൻ വേണ്ടി നിന്നാണ്. അല്ലെങ്ക പാലേ ഷാർജക്കല്ലേ, ഷാർജക്ക് ഇതിലാണ്. ഇതിലെടുത്തിട്ട് ഒരു എക്സിറ്റ് വരും, കുറച്ച് നേരെ പോയിട്ടേ ആ എയർപോർട്ട് റോഡ് കഴിഞ്ഞിട്ട് കൊണ്ടിയാ കുറച്ച് റണ്ണി പോയിട്ട് ഒരു റൗണ്ട് അതെ ഇത് പിടിച്ചോ. അതെ എയർപോർട്ടിൽ പോണ മുത്ത എയർപോർട്ടിൽ പോണ വഴി പോയിട്ടല്ല ഇക്കോ റേറ്റ് കയറണ്ട. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ്. നേരെ പോയി കഴിഞ്ഞാൽ അതെന്നെ പറഞ്ഞ സ്ട്രൈറ്റ് ഉള്ള രണ്ടാമത്തെ അടിച്ച് ആ കാ നിങ്ങ പറ, കാ പറ പാർട്ടെ പാട്ട് ആ നിങ്ങള് പാട്ടിന്റെ നമുക്ക് പാട്ടുണ്ടെന്നുള്ള അക്ഷരില്ല കാന്നെ കാർമുകിലിൻ ബാക്കി പാട്ട് നിങ്ങൾ തോറ്റുങ്ങ പറ പാട്ട് പറ നോക്കി. കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞിപ്പോയി. പമ്പരം ഞാനോ. അപ്പൊ നമ്മൊരു അരമുക്കാൽ മണിക്കൂറായിട്ട് നമ്മ യാത്രയിൽ തന്നെയാണ്. ഇപ്പൊ ഏകദേശം കോർഫക്കാന്റെ അവിടേക്ക് ഒരു ഏകദേശം ഇപ്പൊ എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? ആള് ഇപ്പൊ ഭയങ്കര പോസിട്ടോണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് ഒന്ന് കാണിച്ച ഇതിക്കൊന്ന് കാണിച്ചെന്നാ നന്നായിരിക്കും നമുക്ക്. ആ ഒരു 50 37 മിനിറ്റും 50 കിലോമീറ്ററും. അത് നമ്മ ഈ പറഞ്ഞ 2-3 പാട്ടൊക്കെ പാടി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട്. അതെ അതെ നമ്മള് നമ്മ ജയിച്ചിരിക്കുന്നു. അതെ അതെ എളിയവായ ഞാന് നെജു അതെ അതെ ടീമിന് ഇപ്പൊ വിജയിച്ചുകൊണ്ട് ജയിച്ചിരിക്കുന്നത്. അതെ അപ്പൊ പുള്ള ജനിക്കാൻ പോണ നെജു, ഞാന് ഫഹദ്. ഇപ്പൊ അടുത്ത മാസം കല്യാണം കഴിക്കാൻ വന്ന ഫഹദ് പിന്നെ ഫഹദും ഞങ്ങ ടീമാണ് ഇപ്പൊ വിജയിച്ച് നിൽക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളൊരു കൺമുന്നിലേക്ക് എത്തിക്കുന്നു. നമ്മളെ കൂടെ ഇപ്പൊ എനിക്ക് പുള്ള അവനക്ക് കല്യാണം, അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ ടീമിൽ ഒരു വ്യക്തിയുണ്ട്. നല്ല ക്ഷണങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു.
ബയോഡേറ്റ കാണിക്കണോ? എവിടെന്നായാലും കുഴപ്പമില്ല. കോട്ടയം തൊട്ട് മറ്റേ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഒരു പ്രശ്നമില്ല. എവിടെന്നായാലും കേരളയിലേക്ക് വരണമെങ്കിൽ എവിടേക്കായാലും വരാം, വിഷയം വരില്ല. അപ്പൊ അങ്ങനെ വലിയ പെണ്ണ്. അപ്പൊ ഞങ്ങളെ 3 പേരെയും ടീമിന് ഇപ്പൊ വിജയിച്ചോണ്ടിരിക്കുന്നത്. ഇവര് 4 പേരെ സജ്മൽ സാറ്, ഇക്കു സാറ്, അവർ 2 പേരെ വൈഫുമാര് തോറ്റ് അവര് ചായ മേടിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്. അളിയന്റെ പൈസ ചോദിക്കണ്ട. നമ്മളാണ് ജയിച്ചത്. അളിയാ എന്നിട്ട് നിങ്ങൾ വേറെ ഇവിടെ ഇല്ലാത്ത കുറെ നിയമങ്ങള് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങ ഇതിന്റെ ഒരു തീർപ്പ് ഉണ്ടാക്കിട്ട് ഞങ്ങ വരാം. ഓക്കെ, അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മളുടെ ഇറങ്ങണ പുറത്ത് അതെ ഇറങ്ങാം. എടാ ഹാൻഡ് ബ്രേക്ക് ഇട്ടുണ്ടാ? അയ്യോ എടാ ഇത് മഞ്ഞപ്പോ പിന്നെ നിൽക്കുക. ഇതെന്താ സാധനം? ഇപ്പൊ സത്യം പറഞ്ഞ ഒരെള്ളം തണുപ്പ് അല്ലേ? ഒരെള്ളം തണുപ്പും ചെറിയൊരു കാറ്റ്, ചെറിയൊരു തണുപ്പില്ലേ കാറ്റിന്? അപ്പൊ സാറിനെന്ന് പറയാനുള്ളത്, അതായത് നല്ല സുഖമുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ചേരാ സാധനം കണ്ടപ്പോണ്ടല്ലോ, എന്തിനോടെ ക്ലൈമറ്റ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കി. അത് കണ്ടു ഞാൻ ഇങ്ങനെ നോക്കി. ബാക്കിയുള്ളവരൊക്കെ എന്താ കണക്ക് സംസാരിക്കുന്നത്? പക്ഷെ അവിടെയുള്ള വ്യൂ അവിടെ അല്ല, ഇതിന് ചുറ്റും വരുന്നുണ്ട്. നമുക്കിനി അവിടത്തെ എന്റെ ഫോൺ അതിന്റെ അകത്ത് മറ്റേ പാട്ടാണ് വഞ്ചിപ്പാട്ട, മനസ്സിലായില്ല? അതല്ല നമ്മളെ ജയിച്ചു തന്നാലും. പക്ഷെ ഇന്ന് വന്നത് നന്നായില്ലേ? കാരണം എന്താണ്? കാരണം തിരക്കില്ല, അല്ലെങ്കിൽ ഇത് കയറി വരുമ്പോ ബ്ലോക്ക് കേട്ടാലും പടച്ചൂരുണ്ടോ പോനെ? ഇതേടാ മകരജ്യോതി. സുഹേലിനോ അപ്പുറത്തെ മലയാളി ജ്യോതി ദേവിലെ പോർട്ട്. എന്താ സാധനം? അതിനാ പോർട്ട്. അതാണ് പോർട്ട്. പിന്നെ എടാ ഒരു മിനിറ്റാ, ചീവിടിന്റെ ഒക്കെ സൗണ്ട് നോക്കിയ ചെറുതായിട്ട്. എന്റെ ഫോൺ പോക്കറ്റില് വീട് തരോ? അതെന്തുട്ടാ പോ പോർട്ട്? ഇതിന്റെ ഇതിന്റെ പോർട്ടല്ലേ? ഇതിന്റെ പോർട്ടല്ല, കോർഫുക്കാൻ പോർട്ട്. ആടാ കോർഫുക്കാൻ ഉദ്ദേശിച്ച ഇതിന്റെ ഉദ്ദേശിച്ചത് പറയണ്ട.
ആ ചാർജ് ചെയ്യാറായിട്ടാ ഫോണില്. ചാ ഏട്ടാ ഇത് ഇവിടെ സാധനമായിട്ടാ ഇത് ഇത് എവിടെ ദുബായി വരണേ? പിന്നെ കടലിലാണ് തണവുണ്ട്. അതെവിടെ സീനിയറിനുണ്ട് തുറന്നിട്ട്. അവിടേക്ക് ഇതുണ്ട്, വഴിയുണ്ട് അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. ഉണ്ടടാ മുറ കേറിയിട്ടുണ്ട്. പിന്നെ കാറുകളൊക്കെ പോണെങ്കി അങ്ങോട്ടൊക്കെ സൂമോ അത് കണ്ടട കണ്ടട. ബാറ്ററി കുറഞ്ഞപ്പോ അവരാണോ ഇറങ്ങിക്കണടിയില്? ഇല്ല, പിള്ളേരാ, വേറെ ഏതോ പിള്ളേർ. എടാ അവിടെ ഉണ്ട് വ്യൂ ആ സൈഡില്. എടാ ഇതാണോ വന്നത് ഞങ്ങള്? ഒരു സംശയം. കാരണം ഇവിടെ അല്ല, ഇങ്ങനത്തെ ഹോട്ടലല്ല, സാധാ പ്ലെയിൻ സ്ഥലങ്ങളുണ്ട് നമുക്ക് വെറുതെ ഇതുകൊണ്ട് കയറാൻ പറ്റിയത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നോക്കി കയറിയെന്ന് സംശയമുണ്ട്. എന്തായി ചോദിച്ചോ? എത്ര രൂപ ഇതിന്? ഫ്രീ അല്ല? ലോക്ക് ചെയ്തിട്ട് ചായ ഇല്ല ഇവിടെ? ഏയ് ചായ വാങ്ങിച്ചതാ. കേറാ കാലോണ്ട് ഇങ്ങനെ എറിയാ മതി. ഇങ്ങനെ ചവിട്ടി ചവിട്ടി കയറിയാ മതി സൈഡില്. എടാ ഇങ്ങനെ ചെരിച്ച് കയറി കാലോട്ട് ഇങ്ങനെ. ഇല്ലടാ ഇതേടാ നേരെ മലന്നടിച്ച് വീണാനേട്ടാ അങ്ങോട്ട്. എടാ അത് ഇങ്ങനെ കേട്ടന്ന് ഇങ്ങനെ കറങ്ങണോ? നിജു കമോൺ കറങ്ങ്, 3 പേരും കൂടിട്ട്. ഞാനില്ല, അതില്ല എന്റെ വീട്ടിൽ താങ്കൂടി. എടാ ആയിക്കോട്ടെ. സദ്ഭാവന 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 നിന്റെ ക്ലബിന്റെ വരുന്നാണ്. ഫുട്ബോൾ കൂട്ടായ്മ കരുവന്നൂരാ. എന്നിട്ടാ കോണത്ത് കുന്ന് ചെൽസി. ചെൽസിയിലെ നിൽക്കണ്. ചെൽസിയുടെ കൈ പിടിച്ചോ. ഇനി അങ്ങോട്ട് കറങ്ങിക്കോ 3 കൂടി. ഇവരെ തള്ളിയിട്ടാ ഓട് 3 പേരും കൂടെ ഓടി. ഏയ് ഐ ഹൈ ഹൈ ഹൈ.
ഓടിയിട്ട് തോന്നു അതിന് പ്രശ്നമൊന്നുമില്ല, ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്ലീസ് ഡു Do not. പ്ലീസ് ഡു എന്ന് കേൾക്കാൻ പ്ലീസ് ഡു. Danger, damage, ഡാമേജിനോ വേണ്ട, പൊന്നെ ഒഴിവാക്കിക്കോ. ഇത് കളിക്കാം. അങ്ങനല്ല, അത് കരയിന്. എടാ പുള്ളിക്കാരൻ നിർത്താൻ. സോറി സാബ്. ഇരിക്കല്ലേന്ന് ആ ഇത് കിഡ് 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 തിരിച്ചു വന്നൊക്കെ പിള്ളേര് കളിക്കാനുള്ളത് കേറിട്ടേ മുതുക്ക് കേറിട്ട് കളിക്കുന്നു. പോവാ കളിക്കാന്നൊക്കെ ഇതുവർക്ക് ഇങ്ങനെ പോവായിരുന്നിട്ടാ. ഇല്ലില്ല, വലിയ ആൾക്കാരല്ല. വല്ലവരും വീഡിയോ എടുത്ത് ഇട്ടിട്ട് ചിലപ്പോ എടാ നല്ല കാറ്റുണ്ട് കേട്ടാ. സത്യം കായ്ക്കുന്നുണ്ട്. ഇവിടൊക്കെ എന്തോ കാട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അടച്ച്. എടാ ഇവിടെ ഒരു കൊടി ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു. കൊടിയാണത്. എടാ കോഫി ഉണ്ട്, പക്ഷെ ഇതിന്റെ അകത്തുന്നുള്ളൂ. വലിയ ഡയലോഗ് അടിച്ച് പറഞ്ഞിട്ടേ 2 മണിക്കൂറൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ കേറ്റി കൊണ്ടുവന്നു. അത് ശരി 2 മണിക്കൂറാവുന്നില്ല. ശരി, അത് ശരി. ആശാനാന്ന് പറഞ്ഞു. നമ്മിപ്പോ ഈ ആൾക്കാര് വ്ലോഗും കാര്യങ്ങളും കേട്ടിട്ട് വരുന്ന പോലെ അല്ലേ ഇവിടെ. മറ്റേ കാര്യം പറഞ്ഞോ. ക്ലൈമറ്റ് ഇല്ലേ ചെറുതായിട്ട്? ക്ലൈമറ്റ് ഒക്കെ സമ്മതിച്ചു. നമുക്കിപ്പോ ഇപ്പൊ നാട്ടിൽ ഞാൻ വരുന്ന ടൈമിൽ ഫുള്ള് പുഴുക്കാറുണ്ട്. പക്ഷെ ഈ ടൈമില് പുഴുക്കില്ല. നമ്മ നാട്ടിലൊരു കാലാവസ്ഥയില് വീട്ടിൽ. പക്ഷെ എന്നാലും ചെറിയൊരു തണുപ്പില്ലേ തൊലിമല്? അതെ, തണുപ്പുണ്ട്, അടിപൊളി. ആ കാറ്റുണ്ട്. റീൽസ് പറയണ പടപട സാധനമൊന്നുമില്ലേ? ഈ കാണുന്ന മേൽഭാഗം കാണണ്ട. അതെ ഫീല് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ പാർക്കിംഗ്, ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. അതിന്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു പെരുന്നാളിന്റെ ടൈമിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും, നിറഞ്ഞ ആൾക്കാർ. അതിന് വേണ്ടിട്ടാണെന്നുള്ളതല്ലേ? പിള്ളേരൊക്കെ ഇപ്പോഴേ ഉണ്ട്. പിള്ളേർ പാർക്കിങ്ങിന്റെ പൈസ ഇല്ലേ, അത് ഫ്രീ ആക്കണേക്ക് നല്ലത്. അതിനുള്ളൂ. കാരണം 10 രൂപ വെച്ച് കയറാനുള്ള. ഇപ്പൊ നേരത്തെ എന്താ പറയുന്നത്? എന്തുകൊണ്ട് നേരത്തെ ഉണ്ടല്ലോ മറ്റേ RT ഓഫീസിൽ ചെന്നിട്ടേ അവിടെ അതലമ്പണെന്നൊക്കെ ഗവൺമെന്റ് റൂൾസ് നുണ പറയാനും തിന്നാനും മാത്രമാണ് ഗൈസ് വാ തുറക്കുന്നത്. ഇവിടെ അടിപൊളി.
അല്ലെങ്കിൽ അവിടെ ചായ കുടിക്കാൻ വിട്ടാലും മേള അല്ല നമ്മളതിന്റെ അടുത്ത പരിപാടി എന്താണ്? ഇറങ്ങണോ അല്ലെങ്കിൽ കുറച്ചേരം നിക്കണോ? അതെ, നിക്കണ സമയവും പോണറിയില്ല. വീണ്ടും കുറച്ച് എമൗണ്ട് കൊണ്ട് പോകും. എന്തിനാ നമുക്കപ്പോ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് അങ്ങനെ പോകാം. അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വരണം കുറച്ച് നാളെ നല്ല തണുപ്പുള്ള ടൈമിൽ. അടുത്ത മാസം ആയിട്ട് തന്നെ. അതെ അതെ, അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടുത്ത മാസം അടിപൊളിയായിരിക്കും. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എന്നാലും പറയും. വണ്ടിയിൽ കയറാനാണ് സെക്യൂരിറ്റി പറഞ്ഞാൽ ഒരു കണ്ണ് നിങ്ങൾ മൂക്കം കൂടി മനസ്സിലാവില്ല. നേരെ ഓപ്പോസിറ്റ് എന്നാ പിന്നെ എന്തെങ്കിലും കാണാൻ പറ്റൂട്ടാ. രാത്രി ഇങ്ങട് ഇപ്പൊ ആദ്യമായിട്ട് പറയും രാത്രി ഫോട്ടോ എടുത്താൽ എന്ത് കിട്ടുന്നു. ഇതിലുണ്ട് ഇതിൽ കേട്ടുണ്ടാവും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോട്ടോ ഫ്രീ. അപ്പൊ ഞങ്ങ ഇനി ഇറങ്ങി നമ്മളെ പരിപാടി ഫുഡ് അടിക്കലല്ലേ. ഫുഡ് അടി കഴിഞ്ഞിട്ട് പറഞ്ഞേ പോട്ടിന് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനെ കിട്ടും. മീനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാ അപ്പൊ തന്നെ അവർ പൊരിച്ച് തരും. അതും കൂടി പെടക്കാന്നാണ് പറയണത്. അപ്പൊ തന്നെ ഒരു പൊരിച്ചിരും മസാല ഒക്കെ തേച്ചിട്ട്. ശിങ്കാരി മേളണോ? അതല്ലല്ല, ശിങ്കാരി ശിങ്കാരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. തുറന്നു വെച്ചിട്ട് പൊള്ളിച്ചെടുക്കണ പറയുന്നത് ശിങ്കാരി. ആ പറ. നമുക്ക് നേരെ കടവൻ ഇറങ്ങിട്ട് ആ ഭാഗം ഒന്ന് വ്യൂ നോക്കാം. നമുക്ക് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അല്ല പക്ഷെ ഇവിടെ അല്ലല്ലോ നമ്മൾ നേരത്തെ നിന്നത്. ഫസ്റ്റ് ഒന്ന് ഇവിടെ ഇവിടെ തന്നെ അതേ ഒരു ഏരിയ. നമ്മളത് വണ്ടി അവിടെ തണ്ണവെന്ന് പറഞ്ഞാ ഈ ഫീലിംഗ് ഒക്കെ ഇവിടെ ഭയങ്കര സംഭവല്ലേ. അതെ അതെ. യുഎഇ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു റോഡ് കാണുമ്പോഴേ ഒരു ഫിലിമില്ല ഇത് കാണുന്നു തോന്നുന്നു. ഇന്നലെ കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടെ അതല്ല, ഞാനും ഇവനും കൂടിയിട്ടില്ലേ, അന്നും കൂടിയിട്ട് മിനിയാറ് വെള്ളിയാഴ്ച അങ്ങനെ ഇതുപോലെ എൻ്റെ കൂടെ പണിക്കുന്ന ലീവ് എടുത്തു. കറങ്ങി പിടിച്ച് ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ച് നാട്ടിൽ പോണതിൻ്റെ പർച്ചേസ് കഴിഞ്ഞിട്ട് നേരെ ഒരു റൂമിലെടുക്കണം. സാധനങ്ങളൊക്കെ ഏത് സ്ഥലമാണ്? അവൻ്റെ റൂമിൻ്റെ അജ്മാൻ. ആ ഒരു ഫീലിംഗ് സ്ഥലത്തിൻ്റെ അല്ല, പെട്ടെന്ന് മെയിൻ സ്റ്റേജ് ചായ കുടിച്ച് 4 മണിക്ക് ആ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടി. അതൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പം ഈ വണ്ടി പോണ സ്ഥലം അതിൻ്റെ അടുത്ത ലൈറ്റിൻ്റെ ആ ഭാഗത്ത് ഇപ്പം എനിക്ക് ചെറിയൊരു ആ ഒരു ഫീലിങ്ങിന് കിട്ടി. നാട്ടിലത്തെ ഒരു ടച്ച് പോലെ എനിക്ക് ജനമായ വഴിയിൽ, അതായത് കാറുകൾ ഇങ്ങനെ പോണത്, മറ്റേ നാട്ടിലെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഞങ്ങളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വയനാട് പോയത് ടീംസ് വരുന്നു. എടാ ഞങ്ങളിവിടെ സ്റ്റോറി ടെല്ലിങ് ചെയ്തോണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ റോൾ ഇട്ടാണ്. ചാച്ചു പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്ത് കാര്യമാണ്. എങ്ങനെ ചാച്ചു പറഞ്ഞേ ഞാൻ ലൈക്കൂന്റെ അപ്പൊ ഞങ്ങൾ ഒന്നുമില്ലട്ടോ. അപ്പൊ അവിടെ നമ്മളെ സ്ഥലം കാണുന്നുണ്ട്. അവിടെ നമ്മ നിന്നിരുന്നു അതിന്റെ മേലെ, ആ മലയുടെ മേലെ. നമ്മിപ്പോ ഇവിടെ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കണം. നമ്മ നേരത്തെ പറഞ്ഞ പദ്ധതി മീൻ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവര് കയറിന്റെ അകത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു. പുറത്ത് ഏകദേശം കഴിഞ്ഞ് അടക്കാറായിട്ടുണ്ട് എല്ലാതും. നമുക്കിനകത്ത് പോയി
ഏകദേശം എല്ലാവരും കഴുകി വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്തായി 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 ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ എന്താ പറഞ്ഞ ഇങ്ങനെ വേണ്ട പുറത്ത് പോയി കഴിക്കാൻ ഇത് വേണ്ട എന്റെ ഇവിടെ ടൈം പിടിക്കുന്നു പറഞ്ഞേ നോക്കട്ടെ എന്തോ ഒരു പ്രശ്നമുണ്ട് വെള്ളം വരും കേട്ടോ നോക്കിട്ടോ. രൂപ എത്ര ഉണ്ടാവും? തീരുമാനമായാ ഇല്ല വരട്ടെ ചോദിക്കാൻ 3.5 അപ്പൊ 60 75 രൂപ. 80 രൂപ. ഞങ്ങ 7 രൂപ. അഞ്ചില 3.5 കിലോ ഉണ്ട്. ഒന്നാം നമ്മളെ സമയമില്ല. അങ്ങനെ ദുബായിൽ വിളിച്ചെത്തണം. സമയത്ര ആടാ ഇതിലടിക്കുന്നു ഇതിലേ പോ കളിയാക്കണ നീ. എടാ അപ്പൊ അതൊരു പ്രശ്നമാണ്. കാരണം വലിയൊരു എമൗണ്ട് ആവും, പിന്നെ കുറെ ടൈമും പിടിക്കും. കഴിക്കല്ല, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ആടാ ബോട്ടുകൾ എടുപ്പിച്ചിട്ടേക്കണോ? അപ്പൊ അതൊക്കെ കണ്ടിട്ട് വരാം. അപ്പൊ ബോട്ടുകൾ എടാ ഇവിടെ മീൻ പിടിക്കാൻ പോണ ബോട്ടുകളല്ലേ എല്ലാം? ഇവിടെ ഉണ്ടല്ലോ. കുക്കിംഗ് ഉണ്ടാ പക്ഷെ റേറ്റ് ചോദിക്കണോ? ആ സ്റ്റാർ പറ. പുറത്ത് കൊണ്ടുവന്ന് വിൽക്കുമല്ലോ. അത് ഈ അമ്മ ഈ പറഞ്ഞ ടൈമിലൊന്നും ഉണ്ടാവില്ലല്ലോ. അത് കാലത്ത് എടാ ഒന്നാമതെന്നറിയോ അപ്പൊ എന്തൊക്കെയാടാ നമ്മളെ പ്ലാൻ ചെറുതായി ചീറ്റിപ്പോയി. സംഭവം ഒന്നാമത് അവരടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ മീനുകളുള്ളൂ. അത് നമുക്കത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. അത് മാത്രമല്ല ഇത്ര നേരം നിൽക്കാനുള്ള നേരമില്ല. നമ്മളിപ്പോൾ ഇവിടെ കോർഫുഖാൻ തിരിച്ചിട്ട് ദുബായി പോകണം, ചിലവർക്ക് അജ്മാനി പോകണം, പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വേറെ ഫുഡ് അടിക്കാമെന്ന് തീരുമാനിച്ചു. അവർ അടുത്തുള്ളൊരു മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. അവിടെ അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്ന അതൊക്കെ അതിന് വാലില്ലാത്ത പൂച്ച. സാധനം എടാ എന്താ കല്ലേ തവളനാണോ? ജീവനുണ്ടോ ഇനി? എടാ അവനുണ്ടല്ലോ മറ്റോൻ ചത്ത പോലെ കിടക്കുന്നുണ്ടാ. ആക്രമിച്ച് കടിച്ച്
നീ എന്തിനാണല്ലേ നടക്കണേ അവരവരെ ആശ്രയിച്ചിട്ടാ തണ്ണിമുത്തൻ ജ്യൂസ് ഉണ്ട് ഇവിടെ. അതെ ഞങ്ങളപ്പ ഇവിടെ നിന്ന് ഇറങ്ങണ്. ഇനി ഒരു ഫുഡും കഴിച്ച് പതുക്കെ തിരിച്ചു പോണ് വീട്ടിലേക്ക് പോണ്. കാരണം ഡ്രൈവർ മാറിയിട്ടുണ്ട്. വർഷ അതിനൊരു ബില്ല് അരിസനതൻ ചൊല്ല് അവനുടെ ഗില്ല് അടങ്ങാതെ വണ്ടി നിറച്ച് ഡ്രൈവർമാരുണ്ട്.